എവിടെ പോവാണെന്ന് എനിക്കും അറിയില്ല, പോകുന്നവനും അറിയത്തില്ല. ഇനി നമുക്ക് തിരിക്കാം. ടാബോ എന്ന് പറയുന്ന കൊച്ചൊരു ഗ്രാമത്തിൽ, ഹിമാചൽ പ്രദേശിലുള്ള കൊച്ചൊരു ഗ്രാമത്തിൽ നിന്ന് എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ്. ഇന്നലെ വൈകിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. ഞങ്ങൾ ഒരു ദിവസം എക്സ്ട്രാ സ്റ്റേ ചെയ്ത് പോകാനുള്ള പ്ലാനിലായിരുന്നു. കാരണം വൈകിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു മോണസ്ട്രി ഉണ്ട്, അതൊന്ന് കാണണം. പിന്നെ ഒരു ബുദ്ധ സ്റ്റാച്യു ഉണ്ട്, അതൊന്ന് കാണണം. പിന്നെ വേറെ ഒരു ഗുഹയുണ്ട്. ഇതെല്ലാം ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങി. ഉച്ച കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി ആയി, 5 മണിയോളം ആയി. ഞങ്ങളിപ്പോൾ ഇറങ്ങിയാണ്. വളരെ ചെറിയൊരു വില്ലേജാണ്. പക്ഷെ ഇവരുടെ ഹോസ്പിറ്റാലിറ്റി, ഇവരുടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയാണ്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇവർ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന രീതി, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇത് എപ്പിസോഡ് ഏതാണെന്നൊന്നും കണക്ക് കൂട്ടിയിട്ടില്ല. അതിന് ഞാൻ കണക്ക് കൂട്ടണം എപ്പിസോഡ് ഏതാണ്. കാരണം കുറെ വീഡിയോ കിടക്കുന്ന എഡിറ്റ് ചെയ്യാൻ. എനിക്ക് ഷിംല വരെയുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടക്കും. ഷിംല അല്ല, ഇവിടെ വരെയുള്ള വീഡിയോ ഓൾമോസ്റ്റ് ഷിംലയ്ക്ക് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ വരെ എഡിറ്റായി. ഷിംല വരെയുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. ഷിംല കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള കംപ്ലീറ്റ് എഡിറ്റ് ചെയ്യാൻ കിടക്കുകയാണ്. ഇത് മോണസ്ട്രിയുടെ എൻട്രൻസ് ആണ്. 5 മണിക്ക് അത് ശരിക്കും ക്ലോസ് ആവുമെന്നാ പറഞ്ഞേ. എന്തായാലും പോയി നോക്കാം. ഇവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾ ടാറ്റായിരുന്നു. ചോക്ലേറ്റ് കരുതണം, ചോക്ലേറ്റ് കരുതിയാൽ ഇവർക്ക് കൊടുക്കാം നമുക്ക്. പിന്നെ വേറൊരു കാര്യം എന്തുവാന്ന് പറഞ്ഞാൽ, ഈ മോണസ്ട്രിക്ക് അകത്ത് ഒരിക്കലും വീഡിയോ അലൗഡ് ആയിരിക്കില്ല. നമുക്ക് ജസ്റ്റ് അതിന്റെ പുറത്തുനിന്നൊക്കെ ഒന്ന് കണ്ടുവരാം. അകത്ത് കയറി കാണാം, പക്ഷെ നിങ്ങളെ കാണിക്കാനുള്ള വീഡിയോ എടുക്കാൻ പെർമിഷൻ അവിടെ കാണത്തില്ല. പാർക്കിംഗ് ഇവിടെയാണ്. ജനറൽ സ്റ്റോർ, ഇതായിരിക്കണം മോണസ്ട്രി. ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്കിംഗ് ഇല്ലെന്നാ പറഞ്ഞേ. പക്ഷെ നമ്മൾ കുറച്ചു നേരത്തേക്ക് ഇവിടെ വണ്ടി നിർത്തിയിട്ടേ പോയി കണ്ടിട്ട് വരാം എങ്ങനെയാ അവസ്ഥയെന്ന് ഇവിടുത്തെ. ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റുമെങ്കിൽ വീഡിയോ ചെയ്യാം, നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഡൺ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടെ 2-3 സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിവിടെ കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോകും. അപ്പൊ ഇതിന്റെ ഹോം സ്റ്റേ ഓണറാണ്. ഒരു ഓണർ, രണ്ടാമത്തെ ഓണർ, മെയിൻ ഓണർക്കാണ് ഇവര്. പുള്ളിക്കാരി ആക്ച്വലി എഞ്ചിനീയർ ആണ്. എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് എഞ്ചിനീയറിംഗ് ഒക്കെ കളഞ്ഞ് ഇവിടെ വന്ന് അവരുടെ നാട്ടിൽ വന്ന് കൃഷിയും കാര്യങ്ങളും, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. കറോട്ട്പതിയാണ്, കോടിപതിയാണ്, ഇഷ്ടംപോലെ പൈസയുണ്ട്. कितना पैसा जलाया था आप लोग डिमोनेटाइजेशन में, नोटबंदी में?
बता नहीं सकती। इतना जलाया नीचे एक स्टोर है, ये पैसा पूरा धोना पड़ता और अब हाँ, और ये देखो ये भी पैसा भर के रखा है, ऐसा नहीं सोचना ये कुछ और है। ये क्या था बताए? टॉयलेट है ना, ये ठंडी के टाइम में यूज करने वाला टॉयलेट है। फिर ओपन में बैठना है तो इधर बैठ सकता है, किसी को भी पानी नहीं आएगा, उसके लिए इधर पाइप डाला हुआ है। ഇത് ശരിക്കും ഇവര് തണുപ്പിലിരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന, തണുപ്പ് വന്നു കഴിയുമ്പോൾ മഞ്ഞ് ഇവിടെ വീണ് കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആണ്. ഇതിന്റെ കുറച്ച് വേറെ സിസ്റ്റമാണ്. इसका क्या सिस्टम है? हाँ हाँ डायरेक्ट अच्छा, डायरेक्ट चले जाएगा. ओके डन डन. उसमें उसमें कुछ करने का नहीं. हाँ ഇതിലൊരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്, ഡയറക്റ്റ് അങ്ങ് പോക്കോളൂ, നോ ടെൻഷൻ, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാ അവർ പറഞ്ഞത്. ഓക്കെ ഫൈൻ. എനിവേസ് അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം मिलते हैं हम लोग. हाँ, थैंक यू सो मच फॉर योर हॉस्पिटैलिटी. आएंगे नेक्स्ट टाइम पक्का, इधर आएंगे, इधर आने के लिए आएंगे. अले चलो स्टार्ट करो ओके डन. स्टार्ट करो. हाँ क्या लेना? അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഒന്നും പറയണ്ട, എന്നും ലേറ്റാവും, ഇന്നും ലേറ്റായി. ഇപ്പൊ സമയം 2:08 ഉച്ചയായിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ബുദ്ധ സ്റ്റാച്യു ഉണ്ട്, അതുകൊണ്ട് കണ്ട് ഇവിടുന്ന് ഞങ്ങൾ യാത്രയാവുകയാണ് കാസയിലേക്ക്. പോകുന്ന വഴി 1-2 വ്യൂ പോയിന്റ്സ് ഉണ്ട്, അതും കാണണം. പിന്നെ ഇവിടെ ഒരു മോണസ്ട്രി ഉണ്ട്, അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക. ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ യൂട്യൂബേഴ്സിനെയൊക്കെ കളിയാക്കുമല്ലോ, ബട്ട് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് യാർ. 301 കിലോമീറ്റർ റേഞ്ച് ഉണ്ട് വണ്ടിയിൽ. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറിയേക്കാണ് റോഡിലേക്ക്. ചലോ ബൈ ബൈ. ആ ഇവിടെ ശരിക്കും നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്, തിരിച്ചാണ് പോകേണ്ടത്. പക്ഷെ ഇവിടെ ഒരു ബുദ്ധന്റെ സ്റ്റാച്ചു ഉണ്ടെന്ന് പറഞ്ഞു. സോ അവിടേക്ക് ഒന്ന് വിസിറ്റ് അടിച്ചിട്ട് നമുക്കങ്ങ് പോവാന്ന് വിചാരിച്ചു. ചെറിയൊരു കഫേയാണിത്. റൈഡേഴ്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കുറെ. ശരിക്കും എല്ലാവരും രാവിലെ ഇവിടെ നിന്ന് കാസയ്ക്ക് പോയിട്ടുണ്ടാവും. എല്ലാവരും പോയി കഴിയുമ്പോൾ പോയി റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് ഞങ്ങൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോ പ്രോബ്ലം, നമുക്ക് നമ്മുടെ കംഫർട്ടിനനുസരിച്ചല്ലേ യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ രാവിലെ ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഡ്രോൺ ഷോട്ട് ചെയ്യാൻ പോയി, ജാമിന്റെ ഡ്രോൺ അങ്ങ് താഴെ പോയി. അന്ന് ഇതിന് മുന്നേ ഒരിക്കലും അത് താഴെ പോകാൻ പോയി പിടിച്ച് കൈയൊക്കെ പോയി. ഇന്നത്തെ അത് ടേക്ക് ഓഫ് ചെയ്ത ഉടനെ താഴെ വീണു, ലീഫ് എല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒത്തിരി ടെൻഷനായിരുന്നു. അങ്ങനെ ഒത്തിരി ടെൻഷനായി കഴിഞ്ഞിട്ട് കുറച്ച് എന്നിട്ട് നമ്മുടെ എന്റെ കയ്യിലൊരു ഡ്രോൺ ഉണ്ടല്ലോ, അത് നമ്മൾ എടുത്തിട്ട് ഉപയോഗിക്കാൻ നോക്കിയപ്പോ അതിന്റെ ക്യാമറയിൽ എന്തോ പ്രശ്നം, ക്യാമറയുടെ മൂവ്മെന്റ്സ് വരുന്നില്ല. പിന്നെ അവിടുന്ന് എന്ത് ചെയ്ത് തിരിച്ച് റൂമിൽ പോയി 2 ആള് ഫെഡപ്പായിട്ടിരുന്ന് കുറച്ച് കഴിഞ്ഞ് കുറച്ചു നേരം ഫെഡപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് പഴയ കുറച്ച് ഡ്രോണിന്റെ ലീഫ് ഉണ്ടല്ലോ, പഴയ കുറച്ച് ലീഫ്സ് നമ്മൾ തെരഞ്ഞെടുത്ത് അതിൽ നിന്ന് വലിയ ഡാമേജ് ഇല്ലാത്ത 2 ലീഫ് എടുത്തിട്ടിട്ട് ഞങ്ങള് പറത്തിയതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ കാണിച്ചു തരാം. അത് ഡ്രോൺ എന്തായാലും പറത്തി ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ എടുത്തു. പക്ഷെ ഇവിടെ ഡ്രോണ് ഇവിടെ ഇച്ചിരി റെസ്ട്രിക്റ്റഡ് ആണെന്നൊക്കെയാ പറഞ്ഞത്. ഇവരുടെ മോണസ്ട്രിക്കകത്തൊന്നും അലൗഡ് അല്ല. നമ്മൾ ആർക്കും ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഡ്രോൺ ഷോട്ട് എടുത്തിട്ടുണ്ട്. സോ ഡ്രോൺ ഷോട്ട് നിങ്ങൾ എൻജോയ് ചെയ്ത് എന്തെങ്കിലും അതിൽ മാറ്റങ്ങളോ കാര്യങ്ങളോ, അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ കമന്റ് ഓൺ ദ കമന്റ് ബോക്സ്. ഐ വിൽ ഡു മൈ ബെസ്റ്റ് ഫോർ യു ഗൈസ്.
മെറ്റലിൽ ചെയ്തിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ആ ബ്രിഡ്ജായിരുന്നു ടാബോയുടെ ലാസ്റ്റ് ബ്രിഡ്ജ്. ടാബോ വില്ലേജ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പൊ ടാബോയ്ക്ക് ഒരു ബൈ ബൈ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ഒരു ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഡ്രൈവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുത്ത് എന്തിനാണെന്നറിയാം, ഇവർ ഈ റോഡ് ക്ലീൻ ചെയ്യുന്ന കാണിക്കാം. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അല്ലല്ലോ ചെയ്യുമോ? കണ്ടോ, അവർ ആ റോഡ് ക്ലീൻ ചെയ്യുവാണ്. ഇവിടെ വീണിരിക്കുന്ന മണ്ണും കാര്യങ്ങളെല്ലാം അവർ തട്ടി താഴെ കളഞ്ഞിട്ട് റോഡ് നല്ല നീറ്റാക്കി വെക്കുന്നു. വാവ്, സൂപ്പർ. ഹീറോയിൻസ് ഓഫ് ദ മൗണ്ടൻ, റൈറ്റ്? മൊത്തം തരിശായിട്ട് കിടക്കുന്ന മലകളും അതിന്റെ താഴെ നോക്കിയ കൃഷി. ആ നദി ഇങ്ങനെ വരുന്നത്, അത് മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് വരുന്നത്. ഈ സമയത്ത് വന്നുകൊണ്ടാണ് വെള്ളത്തിന്റെ കളർ ഇങ്ങനെ ഒരു കലങ്ങി മറിഞ്ഞു വരുന്നത്. നമ്മളൊരു ഒക്ടോബർ മാസത്തിലൊക്കെ വരികയാണെങ്കിൽ നല്ല ബ്ലൂയിഷ് ആയിരിക്കും. അതിന്റെ ആ സൈഡിലുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, എന്താ ഗ്രീനറി. ഇവിടെ കൂടുതൽ ആപ്രിക്കോട്ടിന്റെയും പിന്നെ ആപ്പിളിന്റെ ഒക്കെ കൃഷിയാണ്. പിന്നെ അതിനുള്ളിൽ മറ്റേ നെല്ലും കാര്യങ്ങളൊക്കെ സംതിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കത്തില്ലല്ലോ. ഈ തരിശായിട്ട് കിടക്കുന്ന മലകളുടെ നടുക്ക് നിങ്ങൾ നോക്കിയേ, ഗ്രീനറി. ഭഗവാന്റെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത്, അതുപോലെ മനുഷ്യരുടെ ഒരു പ്രയത്നം എന്ന് പറയുന്ന ആ രണ്ട് മലകളുടെ must wear riding gears, yaar. Why man? Why stopping? നല്ല കാറ്റടിക്കുന്നുണ്ട്. എനിക്ക് നമ്മൾ ഈ വിൻഡ് വൈസർ, ഈ ജീവിയുടെ വിൻഡ് വൈസറാണ് വെച്ചിരിക്കുന്നത്. നല്ല വലുപ്പമുണ്ട്. ഇനിയും ഇതിന് വലുപ്പം വരുത്താം. ഇപ്പൊ കണ്ടോ, ഒട്ടും കാറ്റടിക്കത്തില്ല, നമുക്കൊന്നും അറിയത്തില്ല, സുഗമമായിട്ട് പോവാം. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ, ഈ വണ്ടിയിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഈ എന്റെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ കംപ്ലീറ്റ് ഇതിന്റെ എക്സ്പെൻസ് എന്തൊക്കെ ഞാൻ ചെയ്തു, ഈ യാത്രയിൽ എത്ര എക്സ്പെൻസ് വന്നു, എല്ലാ ഡീറ്റെയിലും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ വീഡിയോ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതുപോലെ നമുക്ക് പാൻ ഇന്ത്യ ലെവലിൽ നമുക്ക് വണ്ടികളുടെ ഓരോ സാധനങ്ങളും എവിടെയും കൊടുക്കാൻ പറ്റിയ സെറ്റപ്പുകളൊക്കെ നമുക്കുണ്ട്. എന്റെ ആക്ച്വലി അത് ബിസിനസ് അല്ല, എന്റെ ഫ്രണ്ട്സും ഉണ്ട് നമ്മുടെ കണക്ഷനിൽ. നല്ല റേറ്റിൽ നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഈ
ഈ പാറകൾ ഇവിടെ എങ്ങനെ ഉണ്ടായി ഒന്നും മനസ്സിലായി. ഇതിനിടയിലുള്ള മണ്ണ് ഒഴുകി താഴെ പോയതാണോ ഒന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എങ്ങനെ ഫോം ആയിട്ടുണ്ടാവുക ഒരു പിടുത്തമില്ല. ഇതൊക്കെ കാണുമ്പോൾ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റത്തില്ല. ഇപ്പം ഇവിടെ ഞങ്ങളൊന്ന് ഡ്രോൺ പറത്താൻ പറ്റുമോ നോക്കട്ടെ. പറത്തിയാൽ നല്ല സൂപ്പർ വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്യാമറ ഓൺ ചെയ്യാൻ തോന്നിപ്പോവും. എന്താ ചെയ്യുക? സൈഡിലോട്ട് നോക്കിയേ, സാൻഡ് സ്റ്റോൺ പൊടി പറക്കുന്ന പറക്കലുണ്ടോ? നിങ്ങൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു കാഴ്ച കാണാം. അവിടെ മൊത്തം സാൻഡ് സ്റ്റോൺ കാണാം. അതെനിക്ക് തോന്നുന്നു മുകളിൽ റോഡിന്റെ പണി നടക്കുന്ന കാരണം മണ്ണിങ്ങനെ താഴട്ടെ വീഴുന്നതാണ്. ഞങ്ങൾ വല്ല ലാൻഡ് സ്ലൈഡും ഉണ്ടായതായിരിക്കുമെന്ന്. റോഡ് നല്ല ഓഫ് റോഡാണ്. ഇപ്പം നമ്മുടെ വണ്ടിയെല്ലാം 2 വണ്ടി ഓഫ് റോഡ് മോഡിലിട്ടാണ് ഇപ്പം ഞങ്ങൾ ഓടിക്കുന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് ഇന്ന്. കുഴപ്പമില്ല, വണ്ടി നല്ല സപ്പോർട്ടീവ് ആണ്, നോ പ്രോബ്ലംസ്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഓഫ് റോഡ് ഒക്കെ പോകുന്നവർക്കറിയാം, കുറച്ച് നമ്മൾ ഓടിച്ച് നമ്മൾ ക്ഷീണിക്കും. എന്നാൽ എനർജി നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ഓ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ, മണ്ണ് മേലെ വീണതാ. ഓ മിട്ടി നീച്ച ആറേ നീച്ച ആറേ പോയി പോയി പോയി. ആ മുള്ളു അങ്ങ് ദൂരേക്ക് നോക്കിയ പർവ്വതത്തിന്റെ ഭംഗിയാണോ. ഖത്തർനാക്ക് ഓഫ് റോഡ്. കാണുമ്പോൾ ഞാൻ എങ്ങനെ കാണിക്കാതിരിക്കാം. ആ മലയുടെ കളർ കണ്ടോ വ്യത്യാസം വരുന്നത്. ഞങ്ങൾ നോക്കട്ടെ അവിടെ താഴെ ഇറങ്ങിയിട്ട് ഡ്രോൺ ഒന്ന് പറത്താൻ പറ്റുന്നത്. മറ്റേ ഞങ്ങൾ അവിടെ ഒരിടത്ത് പറത്താൻ നോക്കിയിട്ട് നടന്നില്ല, ഭയങ്കര കാറ്റായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലത്ത് പോയായിരുന്നല്ലോ, ഞങ്ങൾ ഗ്യൂ മോണസ്റ്റിൽ പോയ അവിടെ. അപ്പോൾ അവർ പറഞ്ഞ ഇതിന് മുന്നേ വന്ന കുറച്ച് ടീമിൻ്റെ ഡ്രോണ് പറന്നങ്ങ് പോയെന്ന്. എന്നുവെച്ചാൽ ഇങ്ങോട്ട് ഓപ്പോസിറ്റിൽ കാറ്റുള്ള കാരണം. ഓ പീച്ചേതാ ഉത്തർണേ. ओह माय गॉड, क्या मजा है। ये गाड़ी सब उसके लिए बना हुआ है यार. നിങ്ങൾ ആദ്യം ഇതിൻ്റെ ഒരു 360 ഡിഗ്രി ഒന്ന് കണ്ടു നോക്ക്.
എന്ന് എനിക്കറിയത്തില്ല. ഗോപ്രോയിൽ കാണുമ്പോൾ മനസ്സിലാവും. വീഡിയോനെ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. അല്ല, ചെറിയ കാർമേഘമൊക്കെ കൂടിയ പോലെ ഉണ്ട്. ആ ഉണ്ടേ. ആഹാ, ഈ തരിശിനകത്ത് ഈ ചെടിയൊക്കെ കളിച്ചിരിക്കുന്ന കാണുമ്പോഴാണ് വെള്ളത്തിന്റെ അതിന്റെ ഒരു കപ്പാസിറ്റി നോക്കണം. വെൽക്കം ടു ഗംഗാറ കോമ. എവിടെ പോന്നെയാ? दंगर है, दंगर दंगर क्या है उसमें? दंगर जाना है ना? ഇതായിരുന്നു നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾ വെച്ചിരുന്നത്, ദങ്കർ ബൻ. അവിടെ മോണസ്ട്രി ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ആനിമൽ ഹസ്ബൻഡറി ഡിപ്പിറ്റ് കോമ്പ, ദങ്കർ കോമ്പ. ഇവിടെ മോണസ്ട്രി ഒക്കെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം അവിടെ എന്താണ്. എന്തായാലും ഇവിടെ വന്നതല്ലേ, ഇടക്കിടക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ. സോ ലെറ്റ്സ് എക്സ്പ്ലോർ. ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ നേരെ കാസയിലോട്ടായിരിക്കും പോന്നെ. ഓഹോ, ഖത്തർനാക്ക് ഓഫ് റോഡാണ്. ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ് വ്യൂ. മലമുകളിൽ താഴെ ഇറങ്ങിയായിരുന്നു. വീണ്ടും ഞങ്ങൾ മലമുകളിലോട്ട് കയറി തുടങ്ങി. അവിടെ ചെറിയ ഹോട്ടലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് മോണസ്ട്രിക്കകത്ത് കിട്ടുന്ന ഇൻഫർമേഷൻസ് എടുത്ത്, ഓ ആ മുകളിലാണെന്ന് തോന്നുന്നു കേട്ടോ, അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അവിടെ വരെ പോണമെന്ന് തോന്നുന്നു. ഐ തിങ്ക് അവിടെ വരെ പോകേണ്ടി വരും. പോവാം. ഓ മൈ ഗോഡ്, എനിക്കാണെങ്കിൽ ഈ ക്യാമറ ഓഫ് ചെയ്ത് വെക്കാൻ തോന്നുന്നില്ലാന്നേ. ഇതൊക്കെ പിന്നെ ഒരിക്കലും എനിക്ക് ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല. ഓഹോ, ബ്യൂട്ടി ബ്യൂട്ടി. അത് നോക്കിയാ മലയ്ക്ക് മുകളിലാണ് ഒരു മോണസ്ട്രി വന്നിരിക്കുന്നത്, കാണുന്നുണ്ടോ? അവിടുത്തെ ആ മല നോക്കിയേ, എല്ലാം വാർത്ത് വെച്ച പോലെ ഉണ്ടേ. ഓ ഗ്രേറ്റ് മാൻ, വാട്ട് എ ക്രിയേഷൻ. ഒന്നും പറയാനില്ല. ഇതൊക്കെ നിങ്ങളെ കാണിക്കാതെ ഇരിക്കാനും പറ്റുന്നില്ല. ബാറ്ററി ചാർജ് കുറഞ്ഞാൽ ഞാൻ വീണ്ടും ചാർജ് ചെയ്യും. പക്ഷെ ഇത് വീണ്ടും വീണ്ടും വന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ ഒന്നും. അവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ നോക്കണം, ശരിക്കും നേരെ പോകണം. ഒന്ന് രണ്ടും കുറെ ലൂപ്പ് ഉണ്ട് മുകളിലോട്ട് കയറാൻ. ഓഹോ, കണ്ണ് തെറ്റരുത്, കണ്ണ് തെറ്റിയാൽ നമ്മുടെ ലൂപ്പ് പോവും. ആ കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടോ? ഈ മലമുകളിൽ ഇങ്ങനെ ഒരു മോണസ്ട്രി ഉണ്ടാവും ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് ഇവരെങ്ങനെയാണത്, അതിന്റെ ക്രിയേഷൻ നോക്കിയേ. ഓൾമോസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്. കംപ്ലീറ്റ് ഓഫ് റോഡാണ്. ഓ മൈ ഗോഡ്, കൃഷിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. താഴെ ഒരു ഹെലിപ്പാഡ് പോലെ എന്തോന്ന് കണ്ടിരുന്നു, പക്ഷെ എനിക്ക് ഉറപ്പില്ല അത് ഹെലിപ്പാഡാണ്. കാരണം അതിലെ ലൈനൊന്നും വരച്ചിട്ടില്ലായിരുന്നു. മേ ബി ആയിരിക്കാം. ഞാൻ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. യാ, ദാറ്റ്സ് എൻട്രി. ഇനി എത്തിയില്ല. അപ്പൊ ഈ കണ്ടതല്ലയോ? ഓ മൈ ഗോഡ്, അയാളങ്ങോട്ട് പോയി. ആള് അങ്ങ് പോകുന്നു. ഇപ്പൊ ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചോ, തേഞ്ഞു പോയി. എന്റെ അമ്മോ, ഇപ്പൊ ഒന്ന് താഴോട്ടൊക്കെ പോയാൽ പിന്നെ ഉണ്ടല്ലോ, ചിന്തിക്കണ്ട. खासा इधर से रास्ता है लूलू. ഇവിടുന്ന് അങ്ങോട്ട് കാസ, ലാലു, സിച്ചിലിംഗ്, ഓൾഡ് ദങ്കർ മോണസ്ട്രി. സ്ട്രേറ്റ് പോയാൽ താഴെ കുഴി പോകില്ല. അങ്ങ് താഴോട്ടിറങ്ങാനാണ്. പിന്നെന്താ ഉള്ളേ? ഹിൽ ടോപ്പ്. അറിയത്തില്ല അങ്ങനെ എങ്ങോട്ടാ പോകുന്നതെന്ന്. നമ്മളൊന്ന് പോവാ കുറെ. ഓഹോ, മണ്ണിന്റെ റോഡ് കണ്ടോ?
അവരുടെ ആൾക്കാരായിരിക്കുമേ. മോണസ്ട്രി ആകുമ്പോൾ അവിടുത്തെ ആൾക്കാർ മാത്രമായിരിക്കുമല്ലോ ഉണ്ടാവുക. വെരി ഡേഞ്ചറസ് ക്രിയേഷൻ മാൻ. മുകളിൽ നിന്നൊരു വണ്ടി വന്നാൽ അവർ ചവിട്ടി തന്നില്ല, ഞങ്ങൾ ചവിട്ട് വാങ്ങും. ഓ, फुल ऑफ पावर एनर्जी सब उतर गया. ये पागल मुझे कहाँ लेके जा रहा है यार. ഇതെവിടെ പോവാണെന്ന് എനിക്കും അറിയില്ല, പോകുന്നവനും അറിയത്തില്ല. ഓട് തീർന്നല്ലോ, ഇനി നമുക്ക് തിരിക്കാം. ചലോ. അണ്ണന്റെ പ്രശ്നം തീർന്നു. അയ്യോ, എന്തിനാണ് ഇവനെ വിളിച്ച് മേലെ കൊണ്ടുവന്ന് കയറ്റി. ഓ മൈ ഗോഡ്, നെറ്റിലാണ് കിടക്കുന്നത്. അത് നല്ലൊരു കുടിഞ്ഞ വളവും വരുന്നുണ്ട്. ഓ, ഇവൻ എന്തിനാണോ വിളിച്ചിവിടെ മേലെ കൊണ്ട് കയറ്റിയെന്ന് അവനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. മോണസ്ട്രി ഇവിടെ കണ്ട അവിടെയാണ്. അയ്യോ, ക്ഷീണിച്ചു പോയി. खत्म हो गया, यही है मोनेस्ट्री. उधर रास्ता नहीं है. आदमी लोग चल के उधर से नीचे से जा रहा है. हाँ चलो. ഇതിനെ പറയുന്നത് ആദ്യം ചോദിച്ചിട്ട് കയറി പോരണമായിരുന്നു. വഴി കണ്ടോട്ട് കയറി പോരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പണി കിട്ടുക. ഇനി തിരിച്ചുകൂടെ കയറണം എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് പറയും, നീ പോയി മോണസ്ട്രി കണ്ടിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് വാ, ഞാൻ താഴെ ഇരുന്നുള്ള ചായയൊക്കെ കുടിച്ച്, ചായയല്ല എന്തെങ്കിലും വെള്ളം കുടിച്ച് ആഹാരം കഴിച്ച് ഇരിക്കാന്ന് പറയും. എന്നെ കൊണ്ട് ഇനി മേലെ കയറാൻ വയ്യ. ഇവിടെ 5 മോണസ്ട്രി ഉണ്ട്, ഒരെണ്ണമല്ല. ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ. മോണസ്ട്രിയുടെ പാർക്കിംഗ് ഇവിടെയാണ്. ആദ്യം ഭക്ഷണം കിട്ടുമോ നോക്കട്ടെ, എന്തായാലും ഫുഡ് അടിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. എന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള എനർജി കാണത്തുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മൾ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് വന്നിട്ട് മോണസ്ട്രി ഞാൻ നിങ്ങളെ ചുറ്റി കാണിക്കാം.